നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരം രാഹുൽ KP കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നിരവധി സീസണുകളിൽ നിരവധി മത്സരങ്ങൾ കളിച്ചിട്ടുള്ള യുവതാരമാണ് രാഹുൽ KP. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകളും അസിസ്റ്റും നേടിയിട്ടുള്ള താരമാണ്. സഹൽ അബ്ദുൾ സമദിനെ പോലെ തന്നെ രാഹുൽ KP മികച്ച ഒരു കളിക്കാരൻ തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നിലവിൽ മികച്ച രീതിയിൽ കളിച്ചു കഴിഞ്ഞ സീസൺ വരെ ബ്ലാസ്റ്റേഴ്സിൽ നിലനിന്ന താരത്തിനെ ഇപ്പോൾ ചൂണ്ടയിട്ടുകൊണ്ട് മറ്റ് ISL പ്രമുഖ ക്ലബ്ബുകൾ രംഗത്തിപ്പോൾ എത്തിയിരിക്കുകയാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാള താരമായ KP രാഹുലിനെ നോട്ടമിട്ടിരിക്കുന്നത് ISL തന്നെ മികച്ച ടീമായ ചെന്നൈയിൻ FC തന്നെയാണ്. ചെന്നൈയിൻ FC വമ്പൻ തുകയ്ക്ക് താരത്തിനെ നിലവിൽ ടീമിൽ എത്തിക്കാനാണ് ഇപ്പോൾ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് രാഹുൽ KPനെ പോലുള്ള ഒരു മികച്ച താരത്തിനെ വിട്ടു നൽകുമോ ഇല്ലയോ എന്ന് തന്നെ നമുക്ക് കണ്ടു തന്നെ ഇരിക്കണം. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക്. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പകരക്കാരനായിട്ട് എത്തിയ വിദേശ താരമായിരുന്നു ഫെഡർ സർണിച്ച്. എന്തായാലും ഫെഡർ മികച്ച രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കളിച്ച് ഗോളുകൾ നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അധികം മത്സരങ്ങൾ താരത്തിന് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അഡ്രിയൻ ലൂണയുടെ പകരക്കാരനായിട്ടായിരുന്നു ഫെഡർ വന്നത്. എന്തായാലും ഫെഡർ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ടീം വിട്ടുപോയ വിവരം ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം ഫെഡർ മറ്റ് ISL ക്ലബ്ബിൽ സൈൻ ചെയ്യുമോ എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം. പക്ഷേ ISL ക്ലബ്ബിലല്ല, മറ്റൊരു ടീമിൽ പുതിയതായിട്ട് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് സൈൻ ചെയ്ത വിവരം ഫെഡർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാലും ഫെഡറിന് മികച്ച രീതിയിൽ കളിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ച് അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. ചെന്നൈയിൻ FC വീണ്ടും ഒരു സൈനിങ് നടത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ സ്ട്രൈക്കറായ ഗുർപ്രീത് എന്ന് പറയുന്ന 20 വയസ്സുകാരനാണ് ഇപ്പോൾ സൈൻ ചെയ്തതായിട്ട് ഒഫീഷ്യലായിട്ട് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ചെന്നൈയിൻ FC ഓരോ ദിവസം കഴിയും തോറും മികച്ച സൈനിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. വീഡിയോ നിർത്തുന്നു. താങ്ക്